ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോ ഇറങ്ങിയാലോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ എവിടോട്ടാ പോകുന്നത്? 7 മണി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒരുങ്ങി ഇറങ്ങുന്നത് നമ്മൾ നമ്മുടെ റെസ്റ്റോറന്റിലോട്ട് പോവാണ് കേട്ടോ. അപ്പം അമ്മു അക്കു എല്ലാരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചുവും എല്ലാരും റെഡിയായി. ഞങ്ങള് വണ്ടിയൊക്കെ എടുത്തു. ഞങ്ങൾ വണ്ടി കയറി പോവാണ് കേട്ടോ. എന്റെ അമ്മായും ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് അമ്മായും വന്നിട്ടുണ്ട്. അപ്പൊ അമ്മായും ഉള്ളത് കാരണം ഞങ്ങൾ രാവിലെ 7 മണി ആയപ്പോഴേ ഒരുങ്ങി എല്ലാം റെഡിയായി കേട്ടോ. നമുക്ക് ഷോപ്പിൽ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ നമ്മുടെ റെസ്റ്റോറന്റിലോട്ട് പോവാണ്. കാരണം നമുക്ക് ഇന്ന് ഓണസദ്യയുടെ ഓർഡർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പാഴ്സൽ ചെയ്യാനുണ്ട്. എല്ലാം ഞാൻ അതേ നമ്മുടെ റെസ്റ്റോറന്റിൽ വന്ന് കയറി. ഇതേ പരിപ്പ് പായസമാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇത് പൈനാപ്പിൾ പച്ചടി, ഇത് കാളൻ, ഓലൻ, പിന്നെ അതുപോലെ തന്നെ കിച്ചടി, ഇത് ക്യാബേജ് തോരൻ, ഇത് മസാലക്കൂട്ടുകറിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റൂ, പിന്നെ വൈറ്റ് കളർ നാരങ്ങ അച്ചാറ്, ഇഞ്ചിപ്പുളി, പിന്നെ മാങ്ങ അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ്? പാലട പ്രഥമനാണ് കേട്ടോ. പിന്നെ ഇതെന്താണ്? ഇത് പരിപ്പ് പായസം. അങ്ങനെ ഓരോരോന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 6 മണി ആയപ്പോഴെല്ലാം റെഡിയായേ. ഇത് പപ്പടമാണ്. അപ്പൊ നമ്മള് രാത്രി തന്നെ എല്ലാം നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയത് കാരണം എല്ലാം പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മു ഒക്കെ പാക്ക് ചെയ്യുവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ പാഴ്സൽ ഉണ്ടായിരുന്നു സദ്യയുടെ. അങ്ങനെ അമ്മു അക്കു ഒക്കെ പാഴ്സൽ ചെയ്യുവാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പാഴ്സൽ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ തീരത്തില്ല. ഒരുപാട് ഓർഡർ ഉള്ളത് കാരണം തീരത്തില്ല. അങ്ങനെ നമ്മുടെ കിച്ചൺ കാണിച്ചു തരാം. കിച്ചണിലുള്ള ഐറ്റം എന്തൊക്കെയാന്നുള്ളത് കേട്ടോ. ഇത് ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് മോരാണ് കേട്ടോ. പച്ച മോരാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സാമ്പാറ്, രസം, ഇത് സേമിയ പായസമാണ് കേട്ടോ. 3 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. പരിപ്പ് പായസം, അങ്ങനെ സേമിയ പായസം, പാലട പ്രഥമൻ. ഇത് അവിയലാണ്. ഈ ഇല ഇട്ട് അടച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അവിയല്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. 6 മണി ആയപ്പോ തന്നെ എല്ലാ ഫുഡും നമ്മുടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം നിരത്തി വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ? ഞങ്ങളെല്ലാം ഓരോ ചെറിയ ചെറിയ പാത്രത്തിനകത്ത് എടുത്തെല്ലാം സെറ്റ് ചെയ്തു. ശർക്കര വട്ടി, അതുപോലെ തന്നെ ഉപ്പേരി, നാരങ്ങ അച്ചാർ തന്നെ 2 സൈസ് ഉണ്ടായിരുന്നു. കറുനാരങ്ങ അല്ലാത്ത അച്ചാർ. പിന്നെ ഞങ്ങളുടെ പാഴ്സൽ എല്ലാം കൊണ്ടുപോവാണ് കേട്ടോ. ഓരോരുത്തർ നമ്മളോട് പാഴ്സൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചു എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറിനകത്ത് കൊണ്ടുപോവാണ്. ഇലയും അവർക്ക് നമ്മൾ കൊടുക്കും. ഉപ്പ്, ഇല, എല്ലാ സാധനങ്ങളും കൊടുക്കും. നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവര് കാറിൽ കൊണ്ടുപോവാണ്. ഒരുപാട് ഐറ്റം പറഞ്ഞതിന് പായസത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. എനിക്ക് തോട്ട് പെയിൻ ഉള്ളത് കാരണം തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അതാണ് സൗണ്ട് ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാ ഐറ്റം ഞങ്ങൾ ഇങ്ങനെ എടുത്ത് ചെറിയ ചെറിയ പാത്രത്തിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നാരങ്ങ തന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്പ് ഉണ്ടായിരുന്നു. കറുനാരങ്ങ ഉണ്ടായിരുന്നു, പിന്നെ വൈറ്റ് കളർ നാരങ്ങ ഉണ്ട്. പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ എല്ലാവരും ഡാൻസ് ആയിരുന്നേ. എല്ലാം നമ്മുടെ സ്റ്റാഫാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ. ഈ പാട്ടൊക്കെ ഓണത്തിന്റെ പാട്ടൊക്കെ ഇട്ട് കളിയാണ്. എല്ലാവരും ചിരിയും കളിയും രസവുമാണ്. കസ്റ്റമേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ രാവിലെ ആയതേ ഉള്ളല്ലോ. അപ്പൊ 8 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് കാരണം എല്ലാവരും ഭയങ്കര പാട്ടും ഡാൻസ്. അങ്ങനെ കസ്റ്റമേഴ്സ് ഓരോരുത്തർ വരാൻ തുടങ്ങി. ഫസ്റ്റ് കസ്റ്റമർ ഇവരാണ്. ഇതെല്ലാം കോളേജ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ ഇവര് സദ്യ വിളമ്പിയപ്പോ ഫസ്റ്റ് ഇവരുടെ എടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഫുഡിനെ കുറിച്ച് അവര് മറ്റു കസ്റ്റമർ നല്ലതാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഇതെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആണ്. ഇവരെല്ലാരും 9 മണി 10 മണി ആയപ്പോഴേ സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പാഴ്സൽ, ഈ ചേച്ചിയൊക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയാന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പൊ അത് കാരണം ഇവർക്ക് നമ്മുടെ ടേസ്റ്റിനെ കുറിച്ച് അറിയാമല്ലോ. അത് കാരണം ഇവരൊക്കെ നേരത്തെ പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ. എല്ലാവരും പ്രീ ബുക്കിംഗ് ആണ്. പാഴ്സൽ ആണെങ്കിലും എല്ലാം പ്രീ ബുക്കിംഗ് ആണ്. അങ്ങനെ എല്ലാവരും ക്യൂ നിൽക്കുവാണ്. ഓരോരുത്തർ എഴുന്നേറ്റിട്ട് കയറി ഇരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ കഴിച്ച് ഓരോരുത്തരും മാറുന്ന അനുസരിച്ച് വരുന്നത്. അപ്പൊ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാവരും ഗുഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിച്ചു. നമ്മുടെ സദ്യ എങ്ങനെയുണ്ട്, ഓണ പായസം എങ്ങനെയുണ്ട് എല്ലാം ചോദിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ മക്കളും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസ് ആണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് ഭയങ്കര റിവ്യൂ തരുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഞങ്ങൾ ടൈമിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രീ ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ 10 മണിക്ക് വാ, 11 മണിക്ക് വാ, ഇങ്ങനെ 11:30, 12 മണി, അങ്ങനെ ഓരോ കുട്ടികൾക്ക്. ഇതൊക്കെ MBBS സ്റ്റുഡന്റ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫുഡിനെ കുറിച്ച്. അങ്ങനെ ഇവര് വന്ന് നമ്മളോട് ചോദിക്കുവാണ് ഇത്ര സീറ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അവർ 10 പേരുണ്ട്, 10 സീറ്റ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 42 സീറ്റ് ആണ് ഉള്ളത്. അപ്പൊ അത് മൊത്തം ഫുൾ ആയത് കാരണമാണ് ഓരോരുത്തരും വന്ന് സീറ്റ് ചോദിക്കുന്നത്. പ്രീ ബുക്കിംഗ് ആണല്ലോ, അത് കാരണം വന്ന് പിന്നെ ഞാൻ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാരും കയറുകയാണ് അകത്തോട്ട്. എല്ലാരും സെറ്റും മുണ്ടൊക്കെ എടുത്തോണ്ട് വന്നപ്പം കാണാൻ തന്നെ ഒരു പ്രത്യേക മലയാളി മങ്ക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോയ്സ് എല്ലാം മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പൊ തന്നെ നല്ല ഭംഗിയാണ്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു വീഡിയോ എടുക്കട്ടെ എന്ന്. എല്ലാരും പറഞ്ഞു അതിനെന്താ ചേച്ചി, ഞങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ എടുത്ത് ചേച്ചി ചാനലിലോട്ട് ഇട്ടോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ എനിക്ക് സന്തോഷമായി. ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും വീഡിയോ എടുക്കുവാണ്, കഴിക്കാൻ വരുന്നവരും ഓരോരുത്തർ കഴിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാമിലിയുടെ ഒക്കെ അഭിപ്രായം വെച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമുക്ക് പാലട പ്രഥമൻ ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു, സേമിയ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കറികൾ തന്നെ നമുക്ക് 32 33 ഐറ്റംസ് കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. ശർക്കര വരട്ടി, അതുപോലെ തന്നെ ഉപ്പേരി, പഴം, പിന്നെ വാട്ടർ ബോട്ടിൽ ഞങ്ങൾ കൊടുക്കുന്നത്. ഈ പാട്ടിട്ട് കൊടുത്തത് കാരണം വന്ന കോളേജ് സ്റ്റുഡൻസ് മൊത്തം തകർത്ത് ഡാൻസ് ആടുക കേട്ടോ. ഞാൻ ഓരോ DJ സോങ്ങും അതുപോലെ തന്നെ ഓണപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കാരണം എല്ലാരും ഡാൻസും പാട്ടും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, തകർത്താടുമായിരുന്നു കേട്ടോ. റോഡിൽ പോയി നിന്നൊക്കെ എല്ലാരും ഡാൻസ് കളിച്ചത് കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കത്തില്ലേ. അങ്ങനെ ഞാൻ കുറേയൊക്കെ കുട്ടികൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ എടുക്കെന്ന് പറഞ്ഞത് കാരണം എല്ലാവരുടെ വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ ഞാൻ DJ സോങ്ങും അതുപോലെ തന്നെ ഓണപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തത് കാരണം എല്ലാ കോളേജ് സ്റ്റുഡൻസും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. അവര് ഡാൻസും പാട്ടും തകർക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ ട്രാവൽസിലെ സ്റ്റാഫാണ് ഇവരെല്ലാരും. അങ്ങനെ അവർക്ക് നമ്മൾ ഓണസദ്യയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു. നല്ല രസമായിരുന്നു. അവര് പറഞ്ഞു ഇവിടോട്ട് വന്ന് കയറിയപ്പോ തന്നെ അവർക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം എന്തായിരുന്നു, കുറേ മലയാളികളും അതേപോലെ തന്നെ ഒരു കേരള ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോഡിൽ പോയി നിന്നൊക്കെ പാട്ടൊക്കെ ഇട്ട് കുറെ കുട്ടികൾ ഡാൻസ് കളിക്കാൻ, ഇതൊക്കെ ഡാൻസ് കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി വരുവാണ് ഈ കുട്ടികളെല്ലാരും കേട്ടോ. അപ്പൊ ഞാൻ ഓരോരുത്തരോടും ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് നമ്മൾ എല്ലാരും കയറ്റി ഇരുത്തുകയാണ് കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അവര് എൻജോയ് ചെയ്ത് തകർക്കുവാണ് കേട്ടോ. എന്നോട് ഓരോരോ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയും. ചേച്ചി അത് വെച്ചതാന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ പാട്ടുകൾ മാറ്റി മാറ്റി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവര് ആംപ്ലിഫയർ ഒക്കെ ഇട്ടായിരുന്നു. അത് കാരണം അവരതൊക്കെ ഇട്ട് തകർത്ത് ആടുവാണ് കേട്ടോ. തകർത്ത് തിമിർത്ത് ആടുവാണ്. മക്കളുടെ എൻജോയ്മെന്റ് നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരുടെ എൻജോയ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ വന്ന് ഫുഡ് കഴിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും അവർ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം എല്ലാം കൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കത്തില്ലേ. ഇത് കുറെ ആൾക്കാർ എന്നോട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കണേ എന്ന് പറഞ്ഞത് കാരണം ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പ്രീ ബുക്കിങ്ങും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് വന്ന മക്കളോടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ ഭയങ്കര ഒപ്പീനിയൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്ന 4:30 ആയപ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത്. നാട്ടിൽ നിന്ന് എന്റെ ബ്രദറിന്റെ വൈഫും മക്കളും എന്റെ അമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കഴിച്ചപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നു, കഴിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് 4:30 ഒക്കെ ആയപ്പോഴാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പോയി. അപ്പൊ തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും പോയി. പിന്നെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഒരുപാട് ക്ലീൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് കളയാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാഫ് എല്ലാം കൂടെ ചേർന്ന് ക്ലീനിങ്ങും വേസ്റ്റ് കളയലും അങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളും വീട്ടിലോട്ട് പോവാണ്. അപ്പൊ തന്നെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 6:30 ആണോ 6:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളും വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 7 മണിയായപ്പോ ഷോപ്പിൽ വന്ന് കയറിയതല്ലേ. വൈകുന്നേരം തിരിച്ച് ഞങ്ങൾ 6:30 ഒക്കെ ആയപ്പോഴാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറെ പാത്രങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ പാത്രങ്ങളൊക്കെ റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നേ. അതായത് നമുക്ക് ഒരുപാട് പാർട്സിലൊക്കെ ഉള്ളവർക്ക് കൊടുത്തു വിടണ്ടേ. അപ്പൊ അത് കാരണം റെന്റിന് കുറെ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാത്രമൊക്കെ വൈകുന്നേരം 6 മണിക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തി ഇവിടെ എല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ വീട്ടിലെത്തി. വീടൊക്കെ നല്ല ഇരുട്ടായിട്ട് കിടക്കുകയാണ് കേട്ടോ. ആരും ഇല്ലാത്തത് കാരണം ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അത് കാരണം ഇരുട്ടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് കയറി ആണ് ലൈറ്റ് ഒക്കെ ഇടുന്നത്. അപ്പൊ ഞാൻ വന്ന് കയറിയപ്പോ ജൂലിയും പിങ്കി ഭയങ്കരമായിട്ട്
നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ അവരുടെ ഭാഷ എന്താണെന്നുണ്ട്. ലൈറ്റ് ഒന്നും ഇടാത്തതിനൊക്കെ അവർ ഇരുട്ടത്തിരിക്കുവായിരുന്നു. അങ്ങനെ ടയേർഡായി. അമ്മ വന്ന് മാലയും കമ്മലൊക്കെ ഊരി വെച്ച് ഞാൻ സമയം എത്രയെന്ന് കാണിച്ചു തരാം കേട്ടോ. 6:50 ഞങ്ങൾ വന്ന് കയറിയപ്പോ തന്നെ. ഞാൻ ടൈമിങ് കാണിച്ചിരുന്നു. ടയേർഡായി കുഴഞ്ഞാണ് വന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി കുളിച്ചിട്ട് വന്ന് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി യാസീനൊക്കെ ഓതാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓതിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് പാഴ്സല് കിച്ചു വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിത്തെ ഫുഡ്. കിച്ചു അവന് ഇഷ്ടപ്പെട്ട കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചിക്കൻ ടിക്ക, മട്ടൻ ടിക്ക, അതുപോലെ തന്നെ റൊട്ടി, നാന്, കുബൂസ്, അവന് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ അവൻ പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ രാത്രിത്തെ ഫുഡ്. എന്തോ ടിക്കാടെ മസാലക്കറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അവൻ വാങ്ങിച്ചോണ്ട് വന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് എന്റെ ഓണത്തിന്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും എന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായോ? എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.